അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവെ, പഠന പരീക്ഷകളിലൊക്കെ എല്ലാം വ്യാപൃതരക്കുന്ന മക്കളെ ആസ്വദിക്കണമേ. വിവാഹം ഒത്തുവരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരെ, വിവാഹ ദിനങ്ങളെ പ്രതീക്ഷിക്കുന്നവരെ, കർത്താവ് അതിനുവേണ്ടിയുള്ള ചിറ്റവട്ടങ്ങൾ ചെയ്യുന്നവരെ, ഒരുക്കങ്ങൾ നിശ്ചയിക്കുന്നവരെ, സാമ്പത്തിക അന്വേഷിക്കുന്നവരെ, തേടുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവരെ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നവരെ മനസ്സ് വെച്ചിരിക്കുന്ന ഈ മാസത്തെ ലക്ഷ്യങ്ങളെ
കർത്താവ് ഏറ്റെടുക്കുകയും നടപ്പിൽപ്പെടുത്തുകയും ചെയ്യട്ടെ. നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാര്യങ്ങൾ നിന്റെ മകനെക്കുറിച്ചാകാം, മകളെക്കുറിച്ചാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, അത് എന്തു തന്നെയായാലും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവിൻ്റെ രക്തം നിലവിൽ തളിക്കപ്പെടുകയും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് മക്കളെ ലഭിക്കുന്നതിനായി ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രശ്നങ്ങളുള്ളവരെ, ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതുവരെ പിടികിട്ടാത്തവരെ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവർ, വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മൾ ആന്തരിക മനുഷ്യനെ, അതായത് ഈ നമ്മുടെ മതത്തിൻ്റെ രഹസ്യങ്ങൾ മഹത്വമാണെന്ന് പൗലോസ് പറയത്തില്ല. തിമോത്തി 3:16 നമ്മുടെ മതത്തിന്റെ രഹസ്യം നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കണ്ടാ, അതായത് ഈ മതത്തിൻ്റെ ശ്രേഷ്ഠതയിലുള്ളതാണ് ഈ ആന്തരിക മനുഷ്യൻ്റെ ശക്തി പ്രാപിക്കൽ. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ്? ഈ ക്രിസ്തുവിന് ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചത് യൂദാസ് വന്ന് ചുംബിച്ചപ്പോൾ അവൻ എന്താ വിളിച്ചത്? മത്തായി 26:49. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പൊ ഇത് വിഷയത്തില് ചുംബിച്ചത് എന്താണെന്നൊക്കെ ഈശോയ്ക്ക് അറിയാം. എന്താ കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കാരണം തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അത് അങ്ങനെ വാക്കുണ്ട്. 18:4 തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു മുഹൂർത്തത്തിലാണ് യുവദാസ് മുന്നോട്ട് വന്ന് അവനെ ചുംബിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? യുവദാസ് വരുന്നതും ചുംബിക്കണതും എന്തിനാണെന്നുള്ളത് തനിക്ക് സംഭവിക്കാതിരുന്നത് മുൻകൂട്ടി അറിഞ്ഞു. അപ്പം അറിഞ്ഞെങ്കിലും അവനെ ചുംബിച്ച് കഴിഞ്ഞെങ്കിലും യേശുവിൻ്റെ ആന്തരിക മനുഷ്യൻ സർപ്പങ്ങളുടെ മേൽ ചവിടണക്കണം കണ്ടില്ലേ? എന്താണ്? സ്നേഹിത എന്നാ വിളിക്കണേ. ഇതൊരു ഭയങ്കര ലോകത്തീശ കൊണ്ടുവന്ന ഒരു വാല്യൂ സിസ്റ്റമാണത്. എല്ലാ മതങ്ങളും നിഷ്പ്രഭമാകുന്നത് ഈ ഒരു ജംഗ്ഷനിൽ വെച്ചാൽ. കാര്യം ഇതുപോലെ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ പറ്റത്തില്ല. സ്നേഹിത, മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റപ്പെടുക്കുന്നു. അതായത് അത് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ഇവനിപ്പോൾ കൊല്ലണമെന്നെങ്കിൽ പോലും കർത്താവ് ഇവന് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യുന്നറിയാവോ? മനുഷ്യരാശി, അമ്മയും കുഞ്ഞും ഭാര്യയും ഭർത്താവും എല്ലാവരും സ്നേഹം എന്ന് പറയുന്ന ദൈവികമായ വികാരത്തെ കൈമാറുന്നത് ചുമയുമുണ്ട്. അതിനെ കൊല്ലാനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നത് യുദാസിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ആ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ്റെ എന്നിലും കർത്താവ് സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? ആന്തരിക മനുഷ്യൻ്റെ ബലം പ്രാപിക്കലാണ്. എഫേസ്യൻസിലെ 3:16 അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം, ഇത് ഞാൻ പറഞ്ഞു കേട്ടത് ഇതുമായിട്ട്, അവിടുത്തെ മഹത്വ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. ഈ ഒരു സാഹചര്യത്തിലും വിശ്വാസം വഴി എന്താണ് നമ്മൾ വസിക്കേണ്ടത്? വിശ്വാസം വഴി നമ്മളിൽ ക്രിസ്തു
ക്രിസ്തു വസിക്കണം. വിശ്വാസത്തിൻ്റെ ഫലം ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ ഫലം അനുഗ്രഹങ്ങൾ മാത്രമല്ല, അതൊക്കെ ആദ്യകാലം. ആന്തരിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഫലം ക്രിസ്തുവാണ്. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാധാരണ മനുഷ്യർ പെരുമാറുന്നതിനേക്കാൾ സപ്ലിമെൻറ്റഡ് ആയിട്ട് സുവിശേഷപിതാവ് പെരുമാറുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ആത്മീയ വളർച്ചയിൽ കൈവരിക്കേണ്ട ഒന്നാമത്തെ നേട്ടം. ഇത് നമുക്കൊരു ചാലഞ്ചാണ്. ഇന്നത്തെ എല്ലാ ജീവിതത്തിലും നിനക്കിത് വഴിപിടിച്ച നിൻ്റെ പെരുമാറ്റത്തിലെല്ലാം ഈ ഒരു ചൈതന്യം നിലനിർത്താൻ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചതായിട്ട് നിനക്ക് അനുഭവിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു ബെന്നി. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മാർച്ച് മാസം 11-ാം തീയതിയാണ്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട് ധന്യാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷൈനി ചേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ ആദ്യമായി കൊണ്ടുവരുന്നത്. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളായിരുന്നു എൻ്റെ വിഷയം. ആദ്യത്തേത് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് ഞെട്ടുക, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന പെരുവിരലിലും കാലിലും നാക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായിട്ട് എനിക്ക് ഏകദേശം ഈ അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും കൂടി വന്നു. ഒരു സ്പൂൺ വീഴുന്ന ശബ്ദമോ ഒരു സ്വിച്ച് ഇടുന്ന ശബ്ദമോ പോലും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടി ഉണരുകയും എനിക്ക് ഈ ഷോക്ക് അടിക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് മനസ്സിൽ ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അവിടെ ഒന്നും ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇയാൾക്ക് ടെൻഷനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി എൻ്റെ BP ഇച്ചിരി കൂടുതലാണ്, അതാണെന്നാണ് അവർ പറയുന്നത്. BP-യുടെ ടാബ്ലറ്റ് തരുന്നു, എന്നെ പറഞ്ഞു വിടുന്നു. വീണ്ടും ഞാൻ ഈ അസ്വസ്ഥതയുണ്ടായ ഒരു രാത്രി മൊത്തം ഒരു മിനിറ്റ് പോലും ഉറങ്ങാത്തൊരു രാത്രി ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ഞാൻ പറഞ്ഞു നമുക്ക് തൊടുപുഴയ്ക്ക് സെൻറ്റ് മേരീസിലെങ്ങാനും പോകാം, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ഷോപ്പ് നടത്തുന്നവരാണ്, 2 പേർക്കും ഹസ്ബൻഡിനും എനിക്കും ഷോപ്പ് തന്നെയാണ്. ഞങ്ങൾ രാവിലെ കടയൊക്കെ അടച്ചിട്ടു. രാവിലെ തൊടുപുഴയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറയുന്നത് എനിക്ക് ടെൻഷനാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല, ഇയാൾക്ക് ഓൾറെഡി ഇപ്പോൾ BP ഇച്ചിരി കൂടുതലാണ്, അത്രയേ ഉള്ളൂ, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരും BP-യുടെ ടാബ്ലറ്റ് തന്നു വിട്ടു. അങ്ങനെ ഞാൻ പിന്നെ മടുത്തു, ആശുപത്രിയിലൊന്നും പോകുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, എന്നിട്ടും എന്താ എനിക്കിങ്ങനെയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ ഒരു ചേച്ചി, കടയിൽ വന്ന ഒരു ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഷോപ്പ് നടത്തുവാണെന്ന്, കടയിൽ വന്ന ചേച്ചി എനിക്കൊരു കൃപാസന പത്രം തന്നു. അത് ഷൈനി ചേച്ചിയാണ്. ഷൈനി ചേച്ചി എന്നോട് പറഞ്ഞു നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഈ ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തൊണ്ടയൊക്കെ പൊട്ടി ചോര വരും. അപ്പോൾ ഇത്രയും ദൂരമൊന്നും എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒരു ദിവസം വന്നൊരു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ആ തന്ന പത്രം അന്ന് രാത്രി ഞാൻ എൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു. അന്ന് എനിക്ക് ഈ ഞെട്ടലുണ്ടായില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. എന്നാൽ പിന്നെ ഇവിടെ പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണം. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല, എങ്കിലും ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഇതായി. പെട്ടെന്ന് പോകണം എന്നുള്ള ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിളിയായി. പിന്നെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ആ പത്രം തലയുടെ അടിയിൽ വെച്ച് അന്നു മുതൽ ഇന്നു വരെ എനിക്ക് ഈ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഓൾറെഡി BP കൂടുതലാണല്ലോ, എപ്പോഴും BP ഹൈ ആയി നിൽക്കുന്നു, കുറയുന്നില്ല, ഇടയ്ക്ക് കുറയും, തന്നെ കൂടും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ട്, ചെറിയ തലകറക്കം, ക്ഷീണം, അങ്ങനെയുള്ള. എനിക്കെന്നും രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കണം, എൻ്റെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും നടത്തി പള്ളിയിൽ പോകണം, തിരിച്ചു വന്ന് എനിക്ക് 9 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകണം, വൈകിട്ട് 6:30 ഇത് തന്നെയാണ് 365 ദിവസം എൻ്റെ ജോലി. അപ്പോൾ എനിക്കിത് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈ BP 1 ഉടമ്പടി എടുത്തു, പുതുക്കി, 2 പുതുക്കി, 3 പുതുക്കി എന്ന 3-ാമത്തെ പുതുക്കലിന് ശേഷം ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ തന്നെ ഇരുന്നു. ഒരുപാട് നാളുകൾ പോയി, BP പൂർണ്ണമായിട്ടങ്ങ് മാറുന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നു. അതിനുശേഷം ഈ പ്രാവശ്യം ജപമാല റാലിക്ക് വരുമ്പം
ഞങ്ങൾ രാത്രി 10:45 അവിടെ നിന്ന് പോരുന്നത്. ആ പോരുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പുറമെല്ലാം തിരുമ്മിത്തന്ന്, കാലെല്ലാം തിരുമ്മിത്തന്ന്, നീ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകും, ഇത്രയും നേരം ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോകാം, ധൈര്യമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിയെ കയറി ആർത്തുങ്കപ്പള്ളി പോയി ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പോരുന്നു. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് പുറം വേദനയൊക്കെ ഉണ്ട്. തിരിച്ചിവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ മഴയായിരുന്നു. കുട പിടിക്കണം, എൻ്റെ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എനിക്ക് റാലി തുടങ്ങിയപ്പോൾ മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. ഞാൻ ബാഗ് ഒരു തോളയിൽ നൂരി ഇപ്പുറത്തെ തോളയിലിട്ട് നോക്കും, തിരിച്ചിപ്പുറത്തെ തോളയിലിട്ട് നോക്കും, രണ്ടും കൂടി ഇട്ട് നോക്കി. എനിക്ക് പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല, കുട പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുവാണ്, കുറച്ച് മുമ്പോട്ട് പോകാം, എവിടെയെങ്കിലും ഒരു കവലയിൽ ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ കാണുന്ന സ്ഥലം ചെത്തുമ്പോൾ ഞാൻ പറയാം, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ചേച്ചി, നിങ്ങൾ പൊക്കോ, ഞാൻ ആർത്തുങ്കപ്പള്ളിയിലേക്ക് വന്നേക്കാം എന്ന് പറയാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എങ്ങനെയോ ഒരു വണ്ടിയും കാണുന്നില്ല, ഒരു സ്ഥലത്തും എല്ലാം ഇങ്ങനെ ഇരുട്ടത്തൂടെ പോകുന്നു, കവലകൾ മാത്രം, ഒരു വണ്ടിയോ വാഹനങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിത് മറന്നുപോയി. ഞാൻ വീണ്ടും 6:10 ഞാൻ കടൽ തീരത്ത് ചെല്ലുന്നത്. ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എനിക്കിപ്പോൾ പറയാൻ ഒരു അസ്വസ്ഥതയില്ല, ഞാൻ വളരെ സ്പീഡിലാണ് നടക്കുന്നത്, നടന്നു പോയതും ഇതൊക്കെ. പിന്നെ അന്ന് ആ കടൽ തീരത്ത് വെച്ച് ഞാൻ ഓർത്ത ആ സമയം മുതൽ ഇന്ന് വരെ എൻ്റെ BP നോർമലാണ്. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് 6-7 വർഷങ്ങളായിട്ടുണ്ടാകും എൻ്റെ BP. ഇപ്പോൾ എനിക്ക് 120/80 അല്ലാതെ എൻ്റെ BP ഒരിക്കൽ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. ഞാൻ രാവിലെയും വൈകിട്ടും BP ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ വീടിനകത്ത് തന്നെയുള്ള ഒരു വ്യക്തി എന്നെക്കുറിച്ച് ഒരു മോശമായ രീതിയിലൊരു സംസാരമുണ്ടായപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റാത്തതായിരുന്നു. അപ്പം നമ്മളെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട്, നമ്മുടെ കുടുംബത്തെ പോലെ കരുതിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ വിഷയം. ക്ഷമിക്കാൻ പറ്റാഞ്ഞിട്ട് പോയിട്ട് അവരുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മാനസികാവസ്ഥ മാറി. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാനെന്നും പള്ളിയിൽ പോകുന്ന ആളല്ലേ, കുമ്പസാരിക്കുന്ന ആളല്ലേ, ഞാൻ കുമ്പസാരത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ എനിക്കിത് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് എന്ന് ഞാൻ തന്നെ ചിന്തിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നോക്കും, അവരോട് സ്നേഹമായിട്ടൊക്കെ ഇടപെട്ട് നോക്കും. എന്നാലും ചില സമയങ്ങളിലൊക്കെ എനിക്കിത് ഈ ഓർമ്മ വരികയും എനിക്ക് സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. പിന്നെ ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. ഈ സങ്കടത്തിൻ്റെയും കരച്ചിലിൻ്റെയൊക്കെ പുറകിൽ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നൊരു തോന്നലും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാനത് ഉടമ്പടി വെച്ച് 5ാമത്തെ ഉടമ്പടിക്ക് ശേഷമാണ് എനിക്കിതിൻ്റെ കനം കുറഞ്ഞു വന്നു. 5ാമത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ എപ്പോഴോ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇപ്പം സ്നേഹമായിട്ട് ഇടപെടാനും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ പരിശുദ്ധ അമ്മയോടല്ലേ ഞാൻ ഉടമ്പടി ചെയ്തത് എന്നെൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. അവരെക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പൂർണ്ണമായിട്ടും എന്നിൽ നിന്നും മാറി. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നാണ്, ഈ കുടുംബത്തിലെ ഈശോയ്ക്കും മാതാവിനും വസിക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് എനിക്ക് വന്നു. അങ്ങനെ ആ ഒരു അവസ്ഥ അതിൽ നിന്നും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എനിക്ക് വിമുക്തി തന്നിട്ടുണ്ട്. 4ാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം വീട് മൂന്നാറിനപ്പുറം ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. എങ്കിലും അന്നും ഉള്ളതുപോലെ തന്നെ ആ വീടിലെ അംഗങ്ങളൊക്കെ കൂടി വന്നെങ്കിലും വീടിന് ഒരു സൗകര്യക്കുറവുണ്ട്. അപ്പം ഒരുപാട് പ്രായമായ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സാമ്പത്തികമായിട്ടൊക്കെ അടുത്ത് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ പണി തുടങ്ങാനോ അതൊന്ന് സൗകര്യത്തിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളുമുണ്ട്, ഇവിടുത്തെ പേരൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെല്ലുമ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി വെച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പതുക്കെ പണികൾ തുടങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഒരു 3 മാസം അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സ്പീഡിൽ ആ പണികൾ മുഴുവൻ, ഒരു ചെറിയ പണി പോലും ബാക്കിയിടാതെ മുഴുവൻ പണികളും പൂർത്തിയാക്കി.
എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു വീടായിട്ട് തീർന്നു. അതാണ് 4ാമത്തെ സാക്ഷ്യം. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയോട് എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തന പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്രവിതരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു നാട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 25-26 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പത്രവിതരണം നടത്തണമെങ്കിൽ ഒരു ദിവസം മെനക്കെട്ട് നമ്മൾ ദൂരോട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം യാത്ര ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാനത് കിട്ടാത്ത ഇടങ്ങൾ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ആദിവാസി മേഖലകളൊക്കെ ഉണ്ട്, അവരുടെ ഇടയിലേക്കൊക്കെ ഈ പത്രവിതരണം ചെയ്താലോ എന്നെനിക്ക് തോന്നി. അങ്ങനെ അവരിലേക്ക് പത്രവിതരണം തുടങ്ങി ഞാൻ. അതുപോലെ തന്നെ അവരുടെ നമ്പറുകളൊക്കെ ഫോണിൽ വാങ്ങി അത് എൻ്റെ ഫോണിൽ സേവ് ചെയ്തു. അപ്പോൾ ഷോപ്പായതുകൊണ്ട് എല്ലാവരും കടകളിൽ വരും, എന്നും തന്നെ മിക്കവരെയും നമുക്ക് അവരെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോടും കൃപാസനത്തെക്കുറിച്ചും ജോസഫസിൻ്റെ ധ്യാനത്തെക്കുറിച്ചും ഇവിടുത്തെ രീതികളെക്കുറിച്ചും ഒക്കെ ഞാൻ അവരോട് പറയും. അവർ അത് കേൾക്കും. അവർക്ക് ഭയങ്കര ഒരു ജിജ്ഞാസയായി. അവരെയും ഒന്നും അറിയില്ലാത്ത ഒരു ജനതയാണല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ഇതെല്ലാം അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഈ ടോക്കുകളും ഈ കൃപാസന പത്രവും അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളവരല്ല, എങ്കിലും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. അവർ വാങ്ങുന്നു, ആ ടോക്കുകൾ കേൾക്കുന്നു. ഇപ്പോൾ അവർ കുറച്ച് പേര് ആദിവാസികളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പോകുമ്പോൾ പറയണം, എനിക്ക് ഞങ്ങൾക്കൊന്ന് വരണം, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പം ഓരോരുത്തരായിട്ട് കൊണ്ടുവരും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ട് കിടക്കുന്നവരെ സന്ദർശിക്കും. അവർക്ക് വേണ്ട സാനിറ്ററി പാഡുകളോ ഹോട്ട് വാട്ടർ ബാഗുകളോ മരുന്നുകളോ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരു കൃപാസനം കൂട്ടായ്മ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഉള്ള ചേച്ചിമാർ, ഞങ്ങൾ 2-3-4 ചേച്ചിമാരുണ്ട്, അവരെല്ലാവരും കൂടി പൈസയൊക്കെ ഇട്ട് അവർക്ക് വേണ്ട അരി സാധനങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ കൊടുക്കുന്ന 2-3 ചാക്ക് അരിയൊന്നും അവർക്കൊന്നിനും ആകത്തില്ല. എങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ അരിയും പച്ചക്കറി സാധനങ്ങളും എല്ലാ സാധനങ്ങളും, ഒരു ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് പത്രങ്ങൾ കൊടുക്കും, അവരോട് സംസാരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേച്ചിമാർ പാട്ട് പാടുന്നവരുണ്ട്, അവരൊക്കെ പാട്ടൊക്കെ പാടും. അങ്ങനെ അവരെല്ലാവരെയും സന്തോഷിപ്പിക്കാനും സന്ദർശിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ഞങ്ങളുടെ നാട്ടിലല്ല, കുറച്ച് ദൂരെയാണ് കുട്ടി. കുട്ടിയുടെ പേരൻറ്റ് ഡയാലിസിസ് പേഷ്യൻ്റാണ്. കുട്ടി ഓൾറെഡി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്ക് ഡിസേബിൾഡ് ആയതുകൊണ്ട് പഠിക്കാൻ സീറ്റ് കിട്ടി, പക്ഷേ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്നെ എൻ്റെ ആൻറ്റി വിളിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ചേച്ചിമാരെയും വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ ഇപ്പം ഞങ്ങൾ പൈസ കൊടുത്ത് ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തേക്കാണ് ആ കുട്ടിയുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഇതുപോലെ തന്നെ മരുന്ന് വാങ്ങാനുള്ള പൈസ ഞങ്ങൾ ഈ ചേച്ചിമാരെല്ലാവരും, അതായത് ഒരാൾക്ക് തന്നെ എടുക്കാൻ അത്ര വലിയൊരു എമൗണ്ട് എപ്പോഴും കാണില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആ എമൗണ്ട് ഇട്ട് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കടയിലിരുന്ന് ഫ്രീ ടൈമിലൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരെയും, നമുക്കറിയാലോ ഒരു ഗ്രാമമായതുകൊണ്ട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ അവർക്ക് ചുമ്മാ പൈസ വാങ്ങാറില്ല. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ മക്കളും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും സന്തോഷത്തോടുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ദിവസമല്ല, രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ മാതാവിൻ്റെ ഈ ഗ്രേ കളറിലുള്ള ഈ കാപ്പ്, ഈ ഷോള് പോലെയുള്ള അത്
എന്നെ ഒരു ദിവസം എന്തോ പേടിച്ച് നിന്ന എന്നെ അതൊരു ടെൻ്റ് അടിക്കുന്നത് പോലെ വന്ന് ഇങ്ങനെ എന്നെ കവർ ചെയ്ത് നിന്നു. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് പറയാൻ ഇങ്ങനെ നമുക്ക് വാക്കുകളൊന്നുമില്ല. അതായത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സമാധാനം, അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വപ്നത്തിൽ ഞാൻ അങ്ങനെയാണ്. രണ്ടാമത്തെ സ്വപ്നത്തിൽ ആ കടൽ തീരത്ത് വെച്ച് അച്ഛൻ പറഞ്ഞു, കട്ടയായിട്ടുള്ള മഞ്ഞ് കട്ടകൾ ഇങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ വരുന്നു. അപ്പം അച്ഛൻ പറയുന്നു, എല്ലാവരും അതിലേക്ക് നോക്ക്, അതിൻ്റെ അകത്ത് മാതാവുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ പറന്നു വന്ന ഒരു കട്ട പിടിച്ച് അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മാതാവ്. പക്ഷെ മാതാവിൻ്റെ മുഖം പ്രകാശം കൊണ്ട് ഇങ്ങനെ പ്രകാശിച്ച് നിന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ബാക്കി നമ്മുടെ ഉടുപ്പും കയ്യും കാലും തലയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മുല്ലപ്പൂവിൻ്റെ മണം 1-2 തവണയൊക്കെ എനിക്ക് ഇന്നും അവിടെ ചെന്നിരുന്നപ്പം ഞാനിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം പോലെ തോന്നി. അപ്പം ഞാൻ ഓർത്തു, ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. അതെനിക്ക് പറയാൻ പറ്റി. ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശു തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, വിശുദ്ധിയോടെ ജീവിച്ചാൽ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചാൽ ഇതുപോലെയുള്ള അനുഗ്രഹം, മനസ്സിൻ്റെ അനുഗ്രഹം, നിയോഗങ്ങളെക്കാളെല്ലാം അപ്പുറം. നിയോഗങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല, മരിച്ചു പോകും. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിയോഗങ്ങൾക്കൊന്നും ഒരു വിലയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ആത്മാവിനെ ഈശോയ്ക്കായിട്ട് കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 36-ാം തിരുവചനം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ബിന്ദു ബെന്നിയുടെ അനുഭവം അതുതന്നെയാണ്. ഈശോയെ തൊടാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈശോ തൊട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും ഈശോയെ തൊടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുടെ അനുഭവങ്ങൾ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മെ സ്പർശിക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം അവിടുത്തെ ദിവ്യകാരുണ്യമായി സ്വീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ സ്പർശിക്കുകയാണെന്ന് ഉടമ്പടിയെടുത്ത മക്കൾ വളരെ ആധ്യാത്മികമായി വളർന്നു കഴിയുമ്പോൾ ഈശോയുടെ സ്പർശനം നാം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നാം എത്തുകയാണ്. ബിന്ദു ബെന്നിയുടെ ആ സാക്ഷ്യവും പ്രത്യക്ഷീകരണ സാക്ഷ്യവും വ്യത്യസ്തമല്ല. ഈശോയെ അനുഭവിക്കുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഈശോ തന്നെ സാധിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. ബിന്ദു ആദ്യമായി തന്നെ സൗഖ്യത്തിലേക്ക് വന്നത്, വിശ്വാസത്തിലേക്ക് വന്നത് ഇവിടെ നിന്ന് കിട്ടിയ കൃപാസനം പത്രം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ്. ഒരു വലിയ സൗഖ്യം 5 വർഷമായിട്ടുണ്ടായിരുന്ന വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചെറിയ ചെറിയ സ്വരങ്ങൾ കേൾക്കുമ്പോൾ പോലും പേടി തോന്നുന്നതും ശരീരത്തിൽ വേദന ഉണ്ടാകുന്നതുമായ ഒരു പ്രത്യേക അവസ്ഥ, ആ ഒരു രോഗത്തിൽ നിന്ന് വളരെ വലിയ ഒരു വിടുതലും സൗഖ്യവും ലഭിച്ചത് ഈ കൃപാസനം പത്രം, ദൈവവചനം ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോഴാണെന്ന് ബിന്ദു ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും നാം എപ്പോഴും കൃപാസനം പത്രം നാം വായിക്കുമ്പോൾ വളരെ ദാഹത്തോടെയാണ് നാം വായിക്കുന്നതും വളരെ സന്തോഷത്തോടുകൂടിയാണ് നാം അതെല്ലാം വിതരണം ചെയ്യുന്നതും. കാരണം അത് അത്ഭുതങ്ങളാണ് അതിലുള്ളത്. ജോസഫ് അച്ഛൻ നമുക്ക് നൽകുന്ന വലിയ മഹത്തായ ഉപദേശങ്ങളാണ് അതിലുള്ളത്. ജോസഫ് അച്ഛൻ സ്വമേധയാ ഒന്നും തന്നെ പറയുന്നതല്ല. അദ്ദേഹത്തിന് ഓരോ പ്രാർത്ഥനയിലും ഓരോ ധ്യാനങ്ങളിലും അച്ഛന് വെളിപ്പെട്ടി കിട്ടുന്ന വലിയ റിഫ്ലക്ഷൻസാണ് അച്ഛൻ പറയുന്ന ആ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്കത് ആർത്തിയോടെ വായിക്കുകയും അത് ശ്രവിക്കുകയും അത് മറ്റുള്ളവർക്ക് കൈമാറാൻ ഒരു വിശ്വാസ കൈമാറ്റമാണ്. നമുക്കത് കൃത്യമായി ചെയ്യുകയും ചെയ്യാം. അതോടുകൂടി ഈ സഹോദരിക്ക് വലിയ മറ്റൊരു സാക്ഷ്യം ഏറ്റുപറഞ്ഞത് BP എപ്പോഴും ഇറഗുലറായിരുന്നു. ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുത്ത് കടൽ തീരത്തെത്തിയപ്പോൾ തന്നെ നമുക്കറിയാം, കടൽ തീരത്ത് വെച്ചാണ് പരിശുദ്ധമ്മയുടെ മഴവില്ല് നാം എല്ലാവരും കണ്ടത്. അവിടെ വെച്ചാണ് ഈ മകൾക്ക് വലിയ ഒരു സൗഖ്യം. അവിടെ വെച്ച് എൻ്റെ BP-യെക്കുറിച്ച് ഒട്ടും തന്നെ ബോധവതിയല്ലാത്ത ഒരു സ്റ്റേജ് വന്നു. കാരണം BP ശല്യപ്പെടുത്തുന്നില്ല, എൻ്റെ ബ്ലഡ് പ്രഷർ നോർമലായ ഒരു സ്റ്റേജ് സഹോദരിക്ക് മനസ്സിലായി. ഇതിനെല്ലാം നിദാനമായി നിൽക്കുന്നത് ക്ഷമിക്കുവാനുള്ളൊരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു. നമ്മുടെ യോഗ്യതകൾ കൊണ്ടൊന്നുമല്ല, ക്ഷമിക്കുവാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ കൃപയാണ്, അതൊരു അഭിഷേകമാണ്.
ആരോടായാലും, സ്വന്തപ്പെട്ടവരോടായാലും, കൂട്ടുകാരോടായാലും, നമ്മെ വേദനിപ്പിച്ചവരോടായാലും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഒട്ടും തന്നെ നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, അതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിനെ തിരിച്ചറിയാനുള്ള ഒരു വലിയ കൃപ ബിന്ദുവിന് ലഭിച്ചു. നാം ജോഷുവയോട് പറയുന്നത് ദൈവം ജോഷുവയോട് പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പഴയ നിയമത്തിൽ നാം നാളെ എന്ന് കേൾക്കുന്നത്, പുതിയ നിയമത്തിൽ ഈശോ ഇന്ന് തന്നെയാണ് നമുക്ക് ആ അത്ഭുതം പ്രവർത്തിക്കുന്നത്. സക്കേവുസിനോട് ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നമുക്ക് ക്ഷമിക്കുവാനും അനുദപിക്കുവാനുള്ളൊരു കൃപ ലഭിച്ചു കഴിഞ്ഞാൽ, ബിന്ദു പറഞ്ഞതുപോലെ നിയോഗങ്ങൾ സാധിക്കുക എന്നതിനേക്കാൾ അപ്പുറമാണ്, ഒരു വലിയ സ്വർഗീയ അനുഭവമാണ് ആ ഒരു വലിയ വിടുതൽ. നമുക്ക് ക്ഷമിക്കുവാനും നമുക്ക് ക്ഷമ ലഭിക്കുന്നതുമായ ഒരു വലിയ അനുഗ്രഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വലിയ കൃപയാണത്. നമുക്കറിയാം, എല്ലാ പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരം ലഭിക്കും. ഇവിടെ ചില മക്കളെങ്കിലും ഇവിടെ വന്ന് വാശി പിടിക്കാറുണ്ട്, എൻ്റെ മകൻ മരിച്ചുപോയി, എനിക്ക് ആ മകൻ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് ഇനി ജീവിതമില്ല, ഞാനും ഇങ്ങനെയുള്ള ഇതെല്ലാം ഒരു തരം വാശി എന്ന് പറയാം. അതൊരു നല്ല പ്രാർത്ഥനയല്ല. കാരണം ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നാം ആഴത്തിൽ ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ പിടിവാശിയിൽ നിന്ന് നാം വിട്ടുപോകേണ്ടതാണ്. ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കാത്തത് ദൈവേഷ്ടം എന്തെന്ന് നാം തിരിച്ചറിയുന്നതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും നാം ചൊല്ലുന്നുണ്ടല്ലോ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, ഇപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല, എൻ്റെ മരണസമയത്തും നീ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണം, എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കാനായി ഈശോയോട് പ്രാർത്ഥിക്കണം. ഒരു വലിയ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ബിന്ദുവിന് ലഭിച്ചിട്ടുള്ളത് ഒരു വലിയ പ്രാർത്ഥനാനുഭവമാണ്. കാരണം എല്ലാവരോടും ക്ഷമിക്കുവാനും ക്ഷമയുടെ വലിയ അഭിഷേകം ലഭിക്കുവാനും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും ഒരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ബിന്ദു എന്ന സഹോദരി വലിയ വലിയ കാര്യങ്ങളാണ്, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. പാവപ്പെട്ടവരായ മനുഷ്യരെ, ഈശോയെ അറിയാത്തവരെ തേടിപ്പിടിച്ച് ആദിവാസികളായ മക്കളുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് കൃപാസനം പത്രം കൊടുത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് ആനയിക്കുവാനുള്ള ഒരു വലിയ മനസ്സുകൂടി ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ഇവർ എല്ലാവരെയും സഹായിക്കുകയും വളരെ പ്രത്യേകമായി ഡയാലിസിസ് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് പഠിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ആ ഗ്രൂപ്പ് ചെയ്ത് അതിനെല്ലാം ഇവരെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. നമുക്കൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉടമ്പടി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബിന്ദുവിന് അതെല്ലാം സാധിക്കുന്നത് വലിയ കൃപയുടെ ഒരു അടയാളമാണ്. സ്വപ്നദർശനത്തിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും എല്ലാം ഈ മകൾക്ക് പരിശുദ്ധ അമ്മ സാമീപ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സന്തോഷമായിരിക്കാൻ, മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഗ്രോസറി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും, അതെല്ലാം ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി ജീവിതം നാം അച്ഛൻ്റെ ഭാഷയിൽ അടുക്കും ചിട്ടയും വൃത്തിയുമായി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ള കൃപ ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, നന്മകൾക്കും, കൃപകൾക്കും, സാമീപ്യത്തിനും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥനും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പിതാവിനും തിരുക്കുമാരനും നന്ദിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് രേഷ്മ. ഞാൻ തുരുത്തിപ്പുറം സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം മാതാവിൻ്റെ മുൻപിൽ പറയുന്നതിനെ കുറിച്ച് ഏറ്റവും നന്ദിയോടെ ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈയിലാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം, ഞാനൊരു നേഴ്സായിട്ട് ബഹ്റൈനിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ഞാൻ നാട്ടിൽ വരികയും ചെയ്തു. ഒരു 8 മാസമായപ്പോൾ വീണ്ടും കുറച്ച് കോംപ്ലിക്കേഷനായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ HB 6.6 ആവുകയും പെട്ടെന്ന് തന്നെ വേറെ എല്ലാ അത്യാധുനിക സജ്ജീകരണമുള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് വേറെ മാറി. അവിടെ ചെന്നപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവുകയില്ല, 6.6 ആണ് ബ്ലഡ്, കൊച്ചിൻ്റെ എല്ലാ ഇത് നമുക്ക് ഓർഗൻസും നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയില്ല എന്നൊരു അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ എഴുതി തന്നു.
അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റായി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്തി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി വന്ന് ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി തരികയും ചേച്ചി ഉടമ്പടി വസ്തുക്കളായ തൈലവും എൻ്റെ വയറ്റിൽ പൂശുകയും ഉപ്പ് തരികയും ചെയ്തു. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചത്തെങ്കിലും നീട്ടി കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 8 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചി ഇങ്ങനെ പറഞ്ഞു, മോളെ നീ സമാധാനമായിട്ടിരിക്കുക, 2 ആഴ്ച എന്തായാലും നീക്കി കിട്ടും നിനക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസ്ചാർജായി. 2 ആഴ്ച കറക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും വയറുവേദന വരികയും സിസേറിയൻ ചെയ്യുകയും എനിക്കൊരു നല്ല ആൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിൻ്റെ എനിക്ക് കൃപാസനം അത്രമാത്രം അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ സാക്ഷിയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായി. എനിക്ക് കുട്ടിക്ക് 3 months ആയപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ ഞാൻ മെയിൻ നിയോഗമായിട്ട് വെച്ചത് എപ്പോഴും മാതാവിൻ്റെ ഈശോയുടെ അടുത്തുനിന്ന് ഒരിക്കലും പിരിയാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമതായിട്ട് ഞാൻ വെച്ചിരുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ വെച്ചിരുന്നത് എനിക്ക് OET പാസ്സായിട്ട് പുറത്തേക്ക് പോകണമെന്നുള്ള ഒരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ കുറച്ച് ഉഴപ്പി, കുർബാനയ്ക്കൊന്നും ഡെയിലി പോകാൻ പറ്റാതെയായി. അങ്ങനെ ഉഴപ്പിയതിൻ്റെ ഫലമായി ഞാൻ 2 പ്രാവശ്യം ഫെയിലായി. തേർഡ് എക്സാം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുമ്പസാരിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എക്സാം ബുക്ക് ചെയ്തു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അച്ഛൻ എന്നോട് ചോദിച്ചു ഏത് മൊഡ്യൂളാണ് പ്രോബ്ലം ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ മൊഡ്യൂളും എനിക്ക് പ്രോബ്ലമാണ് അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛനപ്പോൾ എൻ്റെ കവിളിലും 2 കവിളിലും തട്ടിയിട്ട് എനിക്ക് ബ്ലെസ് ചെയ്തു. ഞാൻ എന്നിട്ട് എക്സാം സെൻറ്ററിൽ പോയി. എക്സാം സെൻറ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടുത്തെ സ്റ്റെപ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാനിനി ഇത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്, ഇനി ഞാൻ ചെയ്യില്ല, മാതാവ് തന്നെ ഇതിൻ്റെ ഉത്തരം എനിക്ക് തരണം, ഇതിൻ്റെ റിസൾട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് മാത്രമേ ഓപ്പൺ ചെയ്യുകയുള്ളൂ. ഞാൻ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തിട്ടാണ് കയറിയത്. അതുപോലെ തന്നെ 3ാമത്തെ അറ്റംപ്റ്റിൽ എല്ലാവരും എന്നോട് പറഞ്ഞു വേറെ എക്സാം സെൻറ്റർ എടുക്കാൻ. പക്ഷേ എന്നെ മാറ്റിയില്ല. കാരണം ഞാനെടുത്ത എക്സാം സെൻറ്ററിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോസ് എല്ലാ ചുവരിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നു മാതാവ് എന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും കൈവിടില്ല എന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം സെൻറ്ററിൽ കയറി. എനിക്കൊരു ഒരടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓരോ മൊഡ്യൂളിലും ഓരോ മൊഡ്യൂളിൻ്റെ പേപ്പർ വയ്ക്കും, എക്സാം എഴുതുമ്പോഴും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കഴുത്തിൽ നമ്മുടെ കാശ് രൂപം ഉണ്ടായിരുന്നു. ഓരോ എക്സാമിൽ ഞാൻ കാശ് രൂപം മുറുക്കെ പിടിച്ചാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 3 മൊഡ്യൂളും കഴിഞ്ഞു. ലാസ്റ്റ് മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ ആ സ്പീക്കിങ്ങിന് ഇൻ്റർലൊക്കേറ്ററിൻ്റെ അടുത്ത് കയറിയപ്പോൾ ഞാനൊരു അടയാളം തരണമെന്ന് എനിക്ക് അത്രയും നേരമായിട്ട് ഒരു അടയാളം കിട്ടിയില്ല. ഞാൻ കയറുവാണ് ഇൻ്റർലൊക്കേറ്ററിൻ്റെ അടുത്തപ്പോൾ അവരുടെ കഴുത്തിലെ മാലയിൽ മാതാവിൻ്റെ കാശുരൂപം കിടപ്പുണ്ടായിരുന്നു. എനിക്ക് 100% വിശ്വാസമായി എക്സാമിൽ ഞാൻ വിജയിക്കും. കാരണം എനിക്ക് അടയാളം കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ ജയിച്ചു കഴിഞ്ഞെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ആ എക്സാം ഇൻ്റർലൊക്കേറ്റർ ഒരിക്കലും അങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മുടെ എക്സാം വിലയിരുത്തുകയോ നമ്മുടെ സ്പീക്കിംഗ് എങ്ങനെയാണെന്ന് പറയുകയോ ഇല്ലായിരുന്നു. പക്ഷേ ആ ഇൻ്റർലൊക്കേറ്റർ എന്നോട് പറഞ്ഞു എൻ്റെ ഒരു സ്പീക്കിംഗ് കറക്റ്റാണ്, ഒരു സ്പീക്കിംഗ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എങ്കിലും നമുക്ക് നോക്കാം, മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചോളൂ മോളൂ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് എൻ്റെ ഓപ്പൺ ചെയ്ത് ഞാനിവിടെ വന്നിരുന്നാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഓപ്പൺ ആകുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ പേടിയായി. വീണ്ടും 2ാമത് ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പണായി. എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. അയർലൻഡിൽ എല്ലാവർക്കും അറിയാം അയർലൻഡിൽ വേക്കൻസി ഇല്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഇത് മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടൊരു ജോലി തന്നിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടുന്ന് പോയി. അപ്പോൾ എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു എടി അയർലൻഡ് സ്കോർ നല്ലതാണ്, ഇപ്പോൾ അതാണ് ജസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത്, ബാക്കിയെല്ലാം ഫ്രീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞതിനോർത്ത് എനിക്ക് വിഷമമായി. ഞാനിവിടുന്ന് ഓൺ ദ വേയിലാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി മാതാവിനോട് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീൽ എന്നൊരു ഡിസിഷൻ ലെറ്റർ എടുക്കുക എന്നുള്ളതാണ്. അതിൽ എനിക്ക് ഡിസിഷൻ ലെറ്ററിന് വേണ്ടിയിട്ടൊരു ബാക്കിയെല്ലാ പേപ്പറും കളക്റ്റായിട്ട് ഒരു പേപ്പറിൽ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നു. അത് ബാംഗ്ലൂരിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു അത് കിട്ടാൻ ഒരിക്കലും സാധിക്കില്ല, ആ പേപ്പർ നീ ജസ്റ്റ് പോയി ട്രൈ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പോയി ട്രൈ ചെയ്തു. ഞാൻ എൻ്റെ കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ടും എൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി ഞാൻ
ഉപ്പ് അവിടെയും ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് ആ ഓഫീസിൻ്റെ മുമ്പിലിട്ടു. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ആ ഓഫീസിൽ 3 ദിവസമായിട്ട് അവധിയാണെന്ന്. 3 ദിവസമായിട്ട് അവിടെ കാൻഡിഡേറ്റ്സ് വെയിറ്റ് ചെയ്യുകയാണ് ഓഫീസറിന് വേണ്ടിയിട്ട്. ഞാൻ ചെല്ലുന്ന 1 മണിയാണ്. ഒരു ഗവൺമെൻറ് ഓഫീസിൽ 1 മണിക്ക് ലഞ്ച് ടൈമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഒരിക്കലും എനിക്ക് ഇന്ന് തന്നെ ഇത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ ഞാനും ഹസ്ബൻഡും പോയിട്ട് തിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിത് ഇന്ന് കിട്ടുവാണെങ്കിൽ, ഈ ജ്യൂസ് കുടിച്ച് തിരിച്ച് തന്നിട്ട് എനിക്കിന്ന് കിട്ടുവാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു തന്നപ്പോൾ ആ ഓഫീസർ വന്ന് എനിക്ക് ആ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ചെയ്യുകയും എൻ്റെ മെയിലിൽ അയച്ചു തരികയും ചെയ്തു. അങ്ങനെ എനിക്ക് ഡി എൽ അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് ഇനി കിട്ടുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ള രീതിയായിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതിരിക്കുകയാണ് ജോലിയൊന്നും. ഡി എൽ അപ്ലൈ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഓപ്പൺ ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ച് ക്ലയൻറ്റിൻ്റെ ഒരു ഡയറക്റ്റ് വന്ന് നടത്തുകയും ഡി എൽ കിട്ടാതെ ഡി എൽ അപ്ലൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് എനിക്ക് ആ ജോലി റെഡിയാകുകയും ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സാവുകയും ചെയ്തു. പുറത്ത് എൻ്റെ അമ്മ വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മയോട് എല്ലാവരും പറഞ്ഞു, ജസ്റ്റ് ഡി എൽ അപ്ലൈ ആൾക്കാർക്ക് കിട്ടില്ല, കാരണം അവിടെ ഒരു 5 പേരിൽ 3 പേരെ പാസ്സാവണുള്ളൂ. അതിൽ ഡി എൽ കിട്ടുന്നവർക്കും കിട്ടിയിട്ടുള്ളവർക്കും ഫെയിലാകുമായിരുന്നു. പക്ഷേ ഡി എൽ കിട്ടാത്ത ഡി എൽ അപ്ലൈ ആയ എനിക്ക് ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടായത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് ATWS എന്ന് പറഞ്ഞൊരു വർക്ക് പെർമിറ്റ് എടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ബുക്ക് ചെയ്യണം. എൻ്റെ എക്സാം എൻ്റെ നവംബർ 22-23 ബുക്ക് ചെയ്തു. അതുപോലെ ATWS എടുക്കാനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നതാണ്, ഒരു 2-3 ഡേയ്സിനുള്ളിൽ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല, 20 ഡേയ്സ് ആയിട്ടും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പേടിയായി. വീണ്ടും ഞാൻ എൻ്റെ 6th ഉടമ്പടിയായിരുന്നു ലാസ്റ്റ്. ഞാനിവിടെ വന്ന് 6ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവി എനിക്ക് ഈ ആഴ്ച ATWS വരണം, എനിക്ക് 22-23 ആണ് എക്സാം. അപ്പോൾ എനിക്കതിന് മുന്നേ വിസ കിട്ടണം. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയാലാണ് വിസയ്ക്കുള്ള ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതിൻ്റെ ഫലം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ചയായിട്ടും റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ 2:30 മാതാവിനോട് 3 കൊന്ത അടുപ്പിച്ച് ചൊല്ലി മുട്ടുകുത്തി. എന്നിട്ട് എനിക്ക് മുട്ട് ഭയങ്കര വേദന ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ മുട്ടുകുത്തിന്ന് 3 കൊന്ത ഒരുമിച്ച് ചൊല്ലിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവർക്കൊരു മെയിൽ സെൻഡ് ചെയ്തു. എനിക്ക് കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞ് ആ മെയിൽ എത്തിയ അപ്പം തന്നെ അത്രയും ദിവസം 20 ഡേയ്സ് മോറായിട്ടും കിട്ടാത്ത ആ മെയിൽ എനിക്ക് അപ്പം തന്നെ മാതാവ് അവരിലൂടെ തോന്നിച്ച് എനിക്ക് അയച്ചു തന്നു. അന്ന് തന്നെ എനിക്ക് വിസയ്ക്ക് പ്രോസസ്സിന് വെക്കാൻ പറ്റി. വിസ എങ്ങനെ വിസ വെച്ചിട്ടും ഒരാഴ്ച കഴിഞ്ഞു, അങ്ങനെ വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞു, വിസ വന്നില്ല. എനിക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ദിവസം ഇന്നലെ 3 മണിക്കായിരുന്നു. ഇന്നലെ 3 മണിക്ക് മുമ്പ് എനിക്ക് വിസ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ എക്സാം മാറ്റിവെക്കുകയും എൻ്റെ അങ്ങനെയായിരുന്നു. അപ്പോൾ എക്സാം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഇനി അടുത്തുള്ള ഡേറ്റുകളൊക്കെ ഫുള്ളാണ്. ഇനി എനിക്ക് ഫെബ്രുവരിയിലെ ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഫെബ്രുവരിയിൽ എൻ്റെ ഡേറ്റ് എടുക്കണമെങ്കിൽ എൻ്റെ എല്ലാ പേപ്പേഴ്സും എക്സ്പയറി ആയി പോകും. ഞാൻ വീണ്ടും 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ ഞങ്ങളുടെ എംപ്ലോയർ അയർലൻഡിൽ നിന്ന് അവർക്ക് എംബസിക്ക് മെയിൽ അയച്ചു. ഞങ്ങൾക്കൊരു 9 പേർക്ക് കിട്ടിയിട്ടില്ല, അത് പെട്ടെന്ന് അപ്രൂവൽ ആക്കണമെന്നും പറഞ്ഞ് മെയിൽ അയച്ചു. അവർ റിപ്ലൈ കൊടുത്തത് ഞങ്ങളുടെ വിസ അപ്രൂവലായി VFSലോട്ട് സെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങളപ്പോൾ ഡൽഹി VFSൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു പേപ്പർ വന്നിട്ടില്ല, ഞങ്ങളുടെ പാസ്പോർട്ട് അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 പേര് ഞങ്ങൾ അങ്ങോട്ടും കൂടെ അറിയുന്നവരാണ്. അപ്പോൾ 5 പേര് ഞങ്ങൾ അങ്ങോട്ടും കൂടെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് പോയി അന്വേഷിക്കാനായിട്ട് എവിടെ പോകണമെന്നോ ആദ്യം VFSൽ പോകാം, അങ്ങനെ എംബസി പോകാൻ പറ്റുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഏജൻസിയിൽ വിളിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുത്ത മെയിലിൻ്റെ കോപ്പിയുമായിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സമയം ഉച്ച സമയമാണ് മൺഡേ, ഈ ലാസ്റ്റ് മൺഡേ ഉച്ചയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ ഉച്ചയ്ക്ക് ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എങ്കിലും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷയോടെ ഞങ്ങൾ മൺഡേ ഉച്ചയ്ക്ക് അവിടെ ചെന്നു. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ 5 പേരിൽ ആദ്യത്തെ ഒരു കുട്ടിയാണ് ചെന്നത്. ആദ്യം എംബസിയിൽ പോയി
ആൾ VFS പോയി പോയപ്പോൾ അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ആളാദ്യം അത് കഴിഞ്ഞിട്ട് എംബസി പോയി. എംബസി ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു പ്രോസസ്സാണെന്ന് പറഞ്ഞു. ആളെ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കി 4 പേരും ചെല്ലുന്നത്. ഞങ്ങളുടെ 4 പേരിൽ 3 പേരുടെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ഞങ്ങളത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരുന്നത്. ഫ്ലൈറ്റിൽ മുഴുവൻ ഇരുന്ന് ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവാറാണ്. പക്ഷെ അന്ന് ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് അവിടെ എംബസിയുടെ ഫ്രണ്ടിൽ മീൻസ് അവിടെ നിന്നപ്പോൾ സെക്യൂരിറ്റി റോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അല്ലാണ്ട് എംബസിയുടെ ഒരു കോമ്പൗണ്ടിൽ എംബസിയുടെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ റോട്ടിൽ നിൽക്കുകയാണ്. ആ കറക്റ്റ് അന്ന് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു മിനിയാന്ന്. ആ സമയത്ത് ഞങ്ങളുടെ വിസ ഓഫീസർ അതിലൂടെ നടന്നുപോയി. അപ്പം ഞങ്ങളിങ്ങനെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന ആളാണെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതിലൊരാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അതാണ് വിസ ഓഫീസർ, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിങ്ങളോട് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്? ഇങ്ങനെ വരാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ കുറേ സോറിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങളോട് പോയില്ല. ഞങ്ങൾ കുറച്ച് നീങ്ങി നിന്നു ഇങ്ങോട്ട്. എന്ത് ചെയ്യുമെന്നറിയാണ്ട് നടു റോട്ടിൽ ഡൽഹിയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ 5 പേരും നിന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ലേഡി വന്നു. ആ ലേഡി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണില്ല, ഞങ്ങളുടെ പ്രോബ്ലംസ് ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങളെല്ലാവരും 5 പേരും പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളോട് പറയുവാണ് പ്രോബ്ലംസ് നിങ്ങളുടെ അവസ്ഥ മനസ്സിലായി, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിക്കട്ടെ, ഞങ്ങൾക്കൊരു IRL നമ്പർ ഉണ്ട്, നിങ്ങളുടെ 5 പേരുടെയും IRL നമ്പർ തരൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഒരു മൊബൈലിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 5 പേരുടെ IRL നമ്പർ അവർ അവരുടെ സ്വന്തം ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പോയി. ഇത്രയും എല്ലായിടത്തും പേപ്പറിൻ്റെ അല്ലെങ്കിൽ മെയിലിൻ്റെയോ ബലത്തിൽ ചെയ്യണത് അവരുടെ സ്വന്തം ഫോണിൽ ഞങ്ങളുടെ നമ്പർ എടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങളവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. റോട്ടിൽ എംബസിയുടെ ഫ്രണ്ടിലോ റോട്ടിലാണ് ഞങ്ങൾ ഇട്ടത്. കാരണം എനിക്ക് എംബസിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ലായിരുന്നു, അത്രയും സെക്യൂരിറ്റി ഇതുള്ള സ്ഥലമാണത്. അപ്പോൾ അവരങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പോയി. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചോളാം, മെയിൽ വഴി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അവർക്കും അത്ര ഉറപ്പൊന്നും ആയിട്ടല്ല അവർ പറഞ്ഞെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ വീണ്ടും 5 പേരും VFSലോട്ട് വീണ്ടും പോയി. VFSൽ പോയി ഞങ്ങൾ അവിടുത്തെ ഓഫീസറിനോട് ഇത് ഞങ്ങളുടെ പേപ്പർ, അതായത് ഞങ്ങളുടെ 5 പേരിൻ്റെ IRL നമ്പർ അങ്ങോട്ട് കൊടുക്കലും. എനിക്ക് ആദ്യം കോൾ വന്നു, രേഷ്മ ആണോ, ഞാൻ എംബസി ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ഇത് അപ്രൂവ് ആക്കിയിട്ടുണ്ട്, നാളെ രാവിലെ അതായത് ഇന്നലെ രാവിലെ നിങ്ങൾക്ക് മെയിൽ വരും എന്ന് പറഞ്ഞ് അവരെനിക്ക് കോൾ വന്നു. ഞങ്ങൾക്ക് 5 പേർക്കും കോൾ വന്നു. ഞങ്ങളവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് മാതാവിനോട് നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് അത്ര വിശ്വാസമായിരുന്നു. ഞാൻ മാത്രമല്ല ഞങ്ങൾ 5 പേർക്കും വിശ്വാസമായി. ഞങ്ങൾ 3 പേരും ഉടമ്പടി എടുത്തേക്കുന്ന ആൾക്കാരാണ്. അത്രയും ഞങ്ങൾക്ക് വിശ്വാസമായി. കാരണം ഞങ്ങൾ ഈ രൂപം ഇവിടുന്ന് പോയപ്പോൾ തൊട്ട് കിട്ടണ വരെ ഞങ്ങൾ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ് അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോകുമ്പോഴാണ് അവിടെ ഇന്നലെ നിങ്ങൾക്കറിയാം അവിടെ ബോംബ് ബ്ലാസ്റ്റായി മിനിഞ്ഞാന്ന്. അത് കഴിഞ്ഞോ ഗാനമാണ് അത് അത് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ഞങ്ങൾക്ക് ഒരിക്കലും അവരെ കാണാനോ മിണ്ടാനോ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടില്ല. അത്രയും സെക്യൂരിറ്റി ഇഷ്യൂസാണ് ഇന്നലെ അവിടെ നടക്കുന്നത്. ജസ്റ്റ് ദൈവം ആ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഇതൊന്നും കിട്ടില്ലായിരുന്നു. ഞങ്ങൾ വീണ്ടും റൂമിൽ വന്നിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റു, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വീണ്ടും ഞങ്ങൾ VFSലോട്ട് പോയി. VFSലോട്ട് പോകുമ്പോഴൊക്കെ നല്ല സെക്യൂരിറ്റി ഇതാണ്. ഇന്നലത്തെ അവസ്ഥ അങ്ങനെയാണ് അവിടെ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ ചെന്നത്, അത്രയും തിരക്കായിരുന്നു അവിടെ. ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറൊക്കെ തന്നു. അപ്പോൾ ഇവിടുത്തെ ഇന്നലെ ട്യൂസ്ഡേ ആയ കാരണം ഇത് നടക്കുവാണ്, ധ്യാനം നടക്കുവാണ് ഓൺലൈനിൽ. ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങളുടെ നമ്പർ അവർ മേടിക്കും. ഞാൻ അവിടെ നിന്ന് ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി കൂടിക്കൊണ്ടിരുന്നപ്പോൾ അതിനു മുന്നേ ഞങ്ങൾക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയതെന്ന് നമ്മൾ കേരളത്തിലോട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. കാരണം പിന്നെ ഞങ്ങളത് വീണ്ടും അതെവിടേക്ക് പോയി എന്ന് അന്വേഷിച്ച് നടക്കണം. പക്ഷേ ഞങ്ങൾ തലേദിവസം മെയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ചെയ്തിട്ടാണ്. പക്ഷെ അവരത് കണ്ടില്ല. ഞങ്ങൾക്കടെ കൈ തന്ന് കളക്ട് ചെയ്യണമെന്ന്. പക്ഷെ അവരത് കണ്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ അവിടെ തന്നെയുണ്ട്, സെൻഡ് ആക്കിയിട്ടില്ല, 4 o'clock സെൻഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇന്നലെ 3 മണിക്കായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ടൈം. ഞങ്ങൾക്ക് അവർ തന്നിരിക്കുന്ന ഡെഡ് ലൈൻ ഇന്നലെ 3 മണിക്കായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ചെന്നു, അത് കളക്ട് ചെയ്തു. 2:30 ആയപ്പോഴാണ് ഞങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്കൊരു ഫോം ഫില്ല് ചെയ്തിട്ടാണ് ഈ വിസ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യേണ്ടത്. അതെല്ലാം അറ്റാച്ച് ചെയ്തപ്പോൾ 2:30-ക്കാണ് ഞങ്ങളുടെ കയ്യിൽ അതെല്ലാം കംപ്ലീറ്റായി ഞങ്ങൾ ചെയ്യുന്നത്. കറക്റ്റ് 2:30-ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ചൊവ്വാഴ്ച ഞങ്ങൾ 2:30-ക്ക് ഞങ്ങൾ അത് സബ്മിറ്റ് ചെയ്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫയലെല്ലാം അറ്റാച്ച് ആയില്ല. അവരത് വീണ്ടും എനിക്ക് മെയിൽ അയച്ചു, ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ സമയം 2:42, വെറും 15 മിനിറ്റോടെ ബാക്കിയുള്ളൂ. അതെൻ്റെ ഒരു വല്ലാത്ത ടൈമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് വീണ്ടും പ്രാർത്ഥിച്ച് വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി മാതാവിൻ്റെ രൂപം കുറുക്കെ കൈപ്പിടിച്ചുകൊണ്ട് ഞാനത് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ സബ്മിറ്റായി. അങ്ങനെ എനിക്ക് ഇന്ന് ഈ ഫ്രൈഡേ എൻ്റെ 10 മണിക്ക് എൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ ഉറപ്പിച്ചാണ് മാതാവിനോട് പറഞ്ഞത്, എന്ത് വന്നാലും ഞാൻ റെഡി ആയിട്ടില്ല. ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അറിയാം എന്തൊക്കെ റെഡിയാണ്, ഞാനൊന്നും റെഡി ആയിട്ടില്ല. എക്സാമാണ് 2023. മാതാവ് വീണ്ടും എന്നെ കൈപിടിച്ച് ഉയർത്തുമെന്ന് എനിക്ക് 100% വിശ്വസിച്ചാണ് പോകുന്നത്. ഒന്നും റെഡി ആയിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ഇന്നലെ രാത്രി ഞാൻ 11 മണിക്കാണ് ഇവിടെ വന്നത് ഡൽഹിയിൽ നിന്ന്. ഇവിടെ രാവിലെ വന്ന് മാതാവിനെ കണ്ട് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് നാളെ ഒരു ദിവസമോടെ ഉള്ളൂ, പിന്നെ വരണമെങ്കിൽ അറിയത്തില്ല എന്നാണ് വരുന്നതെന്ന്, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകണമെന്ന് ഉറപ്പിച്ചിരുന്നു. കൂടാതെ എനിക്ക് വേറൊരു സാക്ഷ്യം, ഇവിടെ അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം പറയണത് അവിടെ നോക്ക് പള്ളി ഉണ്ടെന്നും അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നും എപ്പോഴും പറയണതിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു, മാതാവേ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സ്കോർ കിട്ടിയപ്പോൾ. പക്ഷേ അത് മറന്നുപോയി. നമ്മൾ മറന്നു പോയാലും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ അമ്മ നമുക്കായി കാത്തു തരും. എൻ്റെ എഗ്രിമെൻറ്റ് വന്നപ്പോൾ ആ നോക്ക് പള്ളിയിൽ നിന്ന് വെറും 9 മിനിറ്റ്സ് ദൂരമുള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് തിരുക്കുമാനും 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തി ഞാൻ ഇവിടുന്ന് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് അറിയത്തില്ല എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറ്റുന്നിടത്തോളം ഇതുവരെയായിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് മുടക്കം വന്നിട്ടില്ല. കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് കൂടുതൽ അന്വേഷിക്കേണ്ട പോലും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ആ വിഷമങ്ങളും പ്രശ്നങ്ങളും പറയാൻ എനിക്ക് അങ്ങനെ സഹായിക്കാൻ ഒരുപാട് പറ്റാറുണ്ട്. പിന്നെ യൂട്യൂബിൽ ചൊവ്വാഴ്ച ധ്യാനം ആ സമയത്ത് കൂടിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയെങ്കിലും ആഴ്ച അത് കൂടിയിരിക്കും. അതേപോലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് സാക്ഷ്യം ഇടും. OIT അങ്ങനെ തന്നെ ജോലിയുടെ കാര്യം. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമ്മൾ നേഴ്സുമാരാണ്, കൂടുതൽ നേഴ്സുമാരുണ്ടാവുമല്ലോ, അവരെനിക്ക് കമൻറ്റ് ചെയ്യും അവർ പുറത്ത് വരാൻ. പിന്നെ ഇത് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടാണ് OIT ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ OIT ക്ലിയർ ആയെന്ന് എനിക്കറിയാം. അച്ഛൻ പല പ്രാവശ്യം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർക്ക് ബൈ ബർത്തിൽ കിട്ടും, ചിലർക്ക് അങ്ങനെയല്ല. എനിക്കുറപ്പാണ് എൻ്റെ മാതാവും തിരുക്കുമാരനുമാണ് ഇവിടെ ഇന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. യെശയ്യാ 45:2-3 തിരുവചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. രേഷ്മ എന്ന ഈ മകളുടെ അത്യുജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. നിങ്ങൾ മകൾ കടന്നുപോയ ജീവിത സാഹചര്യത്തെ മനസ്സിലാക്കി കാണും എന്ന് കരുതുകയാണ്. മകളുടെ ജീവിത വിഷയം മകളെ വിദേശത്ത് പോകുവാൻ വേണ്ടി OIT പരീക്ഷ എഴുതുന്ന നാളുകളിലുള്ള പ്രയാസങ്ങൾ, അത് ഇന്നലെ രാത്രി മകളുടെ കരങ്ങളിൽ വിസ ലഭിക്കുന്നത് വരെയുള്ള സാഹചര്യങ്ങളെയാണ് നമ്മോട് സൂചിപ്പിച്ചത്. മകൾ ഉടമ്പടിയിലേക്ക് എങ്ങനെ കടന്നു വന്നുവെന്ന് സൂചിപ്പിച്ചു. മകളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഗുരുതരമായ രോഗക്ലേശങ്ങൾ ഉദരത്തിലെ കുഞ്ഞിനുണ്ടാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ നാളുകളിൽ മകൾക്ക് ലഭിച്ച ഉടമ്പടി തൈലത്തിലൂടെ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിലുള്ള കുഞ്ഞിനും സഹോദരിക്കും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോകുവാനുള്ള സംരക്ഷണം തേടിയാണ് മകൾ ആദ്യം കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഡോക്ടർമാർ 2 ആഴ്ച കൂടി മുന്നോട്ട് പോയാൽ കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും ആരോഗ്യത്തോടെ എടുക്കാം എന്ന് പറയുന്ന വളരെ നിർണായകമായ നിമിഷങ്ങളിൽ
വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ലാതെ ആ 2 ആഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ തന്നെയും ഉദരത്തിലുള്ള ശിശുവിനെയും പൂർണ്ണമായി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് അമ്മ മാതാവ് നേടിക്കൊടുത്ത കുഞ്ഞുമായിട്ടാണ് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് ആദ്യ നാളുകളിൽ അല്പം ഒന്ന് അലസമായി പോയി. അത് കുഞ്ഞു പൊടിയായിരുന്നത് കൊണ്ട് പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനും ഒക്കെ പറ്റാതിരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അത് ഉഴപ്പിപ്പോയി. പിന്നീട് മനസ്സിലായി, ഞാൻ എഴുതുന്ന OET പരീക്ഷകൾ തുടരെ തൂക്കുന്നത് കൊണ്ട് ഇങ്ങനെ പോയാൽ ഇത് ശരിയാവില്ല. എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, ഞാൻ പഠിച്ചതിൻ്റെ ഓർമ്മ കൊണ്ട് എനിക്കിത് നേടിയെടുക്കുവാൻ പറ്റില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എനിക്ക് തന്നെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ ആവർത്തിച്ച് പറയുന്നത് എനിക്ക് ബോധ്യമാവുകയും ഉടമ്പടി പുതുക്കി അത് വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തുവെന്ന് മകൾ പറയുന്നുണ്ട്. പിന്നീട് ഞാൻ OET പരീക്ഷയ്ക്ക് അധികം എനിക്ക് പഠിച്ചൊരുങ്ങുവാൻ സാധിച്ചില്ല. ഉടമ്പടി ഞാൻ വൃത്തിയിൽ ജീവിച്ചിരുന്നു. എന്നാൽ ആ OET പരീക്ഷ ചെന്നെഴുതുന്ന സമയം മുതൽ എനിക്ക് അനുകൂലമായ ഓരോ കാര്യങ്ങൾ, അവിടെയുള്ള ഇൻവിജിലേറ്റർ ആവട്ടെ, എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്ന വ്യക്തിയാവട്ടെ, കാണുന്ന ദൃശ്യങ്ങളാവട്ടെ, മാതാവിൻ്റെ ചിത്രമുള്ള ഇടമാവട്ടെ, ഓരോന്നും അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നുകൊണ്ട് OET പരീക്ഷ വിജയിപ്പിച്ചു നൽകി. പിന്നീട് മകൾ പറയുന്നുണ്ട്, എനിക്ക് ഡിസിഷൻ ലെറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അത് ബാംഗ്ലൂരിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്, അവിടെ അതും അമ്മ മാതാവ് തന്നെ വഴി നടത്തുന്നു. സമയച്ചുരുക്കത്തിൽ മകൾക്കത് അനുവദിച്ച് ലഭിക്കുകയും ചെയ്യുന്നു. അയർലൻഡ് സ്കോർ ലഭിക്കുമ്പോൾ അവിടെ ഓപ്പണിംഗ് ഇല്ല എന്ന് കരുതിയാണ് മകളേറെ ക്ലേശിക്കുന്നത്. എന്നാൽ ആ നാളുകളിൽ അയർലൻഡിൽ ഓപ്പണിംഗ് ഉണ്ടാകുന്നുവെന്ന് മകൾക്ക് തിരിച്ചറിവ് ലഭിക്കുന്നു. മകൾ അവിടെ പോയി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടി ഡേറ്റ് എടുക്കുന്നു. കാരണം വിസ പ്രോസസ്സ് ഒട്ടും പ്രയാസമുള്ളതല്ല, വേഗത്തിൽ കിട്ടുമെന്ന് മകൾ കരുതുന്നു. ഡോക്യുമെൻറ്റ്സൊക്കെ പക്കയായിരുന്നു. അപ്പോഴാണ് മകൾ പറയുക, 3-4 ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കേണ്ടത് ഏതാണ്ട് 20 ദിവസം കഴിഞ്ഞിട്ടും ഒരു അനക്കവും കാണുന്നില്ല. ഉടമ്പടി ഒരിക്കൽ കൂടി പുതുക്കി അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും ഒരാഴ്ച കാത്തിരുന്നു. ഒരു പ്രയോജനവും അതിലുണ്ടാവുന്നില്ല. ഒരു അനക്കവും ആ വിസ സംബന്ധിച്ച് ലഭിക്കുന്നില്ല. കാരണം അവിടെ തീരുമാനം വിസ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഡിസിഷൻ അറിയിക്കുവാനുള്ള സമയം തീരാൻ പോകുന്നു. മകൾ പറഞ്ഞു, ഇന്നലെ 3 മണിക്ക് മുമ്പ് അത് ചെയ്തിരിക്കണം. ദിവസങ്ങളെല്ലാം പോയിത്തീരുന്നു. ഇനി അയച്ചാൽ പോലും കയ്യിൽ കിട്ടാൻ ദിവസമില്ല. അതാണ് മകളും കൂടെയുള്ള 4 പേരും കൂടി ഡൽഹിയിൽ പോകുവാൻ കാരണമാകുന്നത്. മക്കൾ ചെന്നിറങ്ങുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ഡൽഹിയിൽ അവിടെ ചെന്നിറങ്ങുന്നു. അവിടെ പരിചയമില്ലാത്ത നാട്, പറയുവാൻ ആളുകൾ ആരുമില്ല. അവിടെ ചെന്ന് മകൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത്, അവൻ നേരത്തെ അവിടെ ചെന്നിരുന്നു. അവൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ യാതൊരു ഗ്രീൻ സിഗ്നലും ലഭിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സാധ്യത പോലും പറയുന്നില്ല. പ്രോസസ്സിലാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞ് തിരികെ വിടുകയാണ്. മക്കൾ പറയുന്നുണ്ട്, അകത്തുപോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഞങ്ങൾ ആ റോഡിൽ എംബസിയുടെ വാതിൽക്കൽ ഉപ്പിട്ട് കാശുരൂപം മുറുകെ പിടിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന അമ്മ, ഏതൊരു പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ ഈശോയുടെ അരികിൽ മാധ്യസ്ഥം വഹിച്ച് ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മയുടെ വലിയ സംരക്ഷണയിൽ ആ നിമിഷങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടുവാൻ ദിവസങ്ങളില്ല, മണിക്കൂറുകളില്ല, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിമിഷങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള വിസ ഓഫീസർ വരുന്നു. അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഏജൻസിക്കാരെ വിളിക്കുമ്പോൾ അവർ പറയുന്നു, അവർ കേസെടുത്താൽ നിങ്ങളെല്ലാവരും അകത്ത് പോകും. അതിനകത്ത് പോയി ഇടപെടുവാനോ അവരുടെ ആ വർക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ സ്വാധീനിക്കുവാനോ അവകാശമില്ല. അത് വലിയ ക്രൈമാണ്. ഇതൊന്നും അറിയാതെ മക്കൾ അവിടെ ചെന്നിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ലേഡി വരുന്നു. അവരും വന്ന് ആദ്യം ദേഷ്യപ്പെടുകയാണ്. ഇങ്ങനെ ഇവിടെ നിങ്ങൾ വരേണ്ട സ്ഥലമല്ല, നിങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലും ചോദിക്കേണ്ട സ്ഥലമല്ല, അതുകൊണ്ട് ഇവിടെയൊന്നും ഇക്കാര്യങ്ങളൊന്നും നടക്കില്ല. ആദ്യം എതിർത്ത് മാത്രം സംസാരിച്ചു തുടങ്ങിയ വ്യക്തി ഒടുവിൽ അവരുടെ ഫോണിൽ ഇവരുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ രേഖകൾ, ഫോൺ നമ്പറുകൾ, ഫോട്ടോ എടുത്തുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, ആ ദിവസം പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം,
ഈ തിങ്കളാഴ്ച അന്ന് സന്ധ്യയ്ക്ക് ഉച്ച കഴിയുമ്പോഴാണ് അവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ചെങ്കോട്ടയിൽ ഡൽഹി മുഴുവനും വലിയ ടൈറ്റ് സെക്യൂരിറ്റിയിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. എല്ലാവരും ഭീതിയോടുകൂടി എന്താ ഉടനെ സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ പരിഭ്രാന്തരായി നിൽക്കുന്ന സമയമാണ്. ഈ മക്കൾക്ക് കയ്യിലിരിക്കുന്ന ഉടമ്പടി കാശുരൂപവും അധരത്തിലറിയാവുന്ന വിശ്വാസ പ്രമാണവും ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രമേ ബലമുള്ളൂ. മക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്തിറങ്ങി അല്പനേരം കഴിയുമ്പോൾ അവിടെ മുഴുവനും അന്തരീക്ഷം മാറുകയാണ്. വല്ലാത്ത രീതിയിൽ ഭീതി എല്ലായിടത്തും എത്തുകയാണ്. പട്ടാളക്കാരും പോലീസും ഇടം വലം ഇങ്ങനെ പായുകയാണ്. കാര്യങ്ങൾ ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പേടിച്ച് വിറച്ച് അമ്മയിൽ മാത്രം ശരണപ്പെട്ട് ഒരു ദിവസം മാത്രം മുൻപിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഇവിടെ തീരുകയാണോ? പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുകയാണോ? അമ്മ മാതാവ് കൂടെ ഇല്ലെങ്കിൽ ഇനി ഒന്നും നടക്കില്ലെന്ന് വിശ്വസിച്ച് തന്നെ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. മക്കൾ പറയുന്നുണ്ട്, ഇത്തിരി നേരം ഇരുട്ടിക്കഴിയുമ്പോൾ ആ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ഓഫീസിൽ നിന്നും മക്കൾക്ക് ഫോൺ വരുന്നു, നിങ്ങളുടെ പ്രോസസ്സ് ശരിയാകുന്നുണ്ട്, നാളേക്ക് നിങ്ങളുടെ കളക്ട് ചെയ്യാം, വിസ കളക്ട് ചെയ്യാമെന്ന്. ഇത് ചെറിയൊരു കാര്യമല്ല. ഒന്നും അറിയാത്തൊരു മക്കൾ ഒരിടത്ത് ചെന്നുപെട്ട് അവിടെ ദുരന്തം മാത്രം ചുറ്റും കാണുമ്പോൾ മക്കൾക്ക് അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുന്ന വലിയ സംരക്ഷണം. എങ്കിലും അടുത്ത ദിവസം രാവിലെ അവരറിയുന്നു ഇത് ഡിസ്പാച്ച് ചെയ്തു. അത് അടുത്ത പ്രശ്നമാണ്. ഇത് പാഴ്സലായി, ഇത് കേരളത്തിലേക്ക് അയച്ചാൽ നിൽക്കുന്നത് വെറുതെയായി. ആ ദിവസം 3 മണിക്കുള്ളിൽ ഇത് നേരിട്ട് വിസ എല്ലാം അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഈ പരീക്ഷയുടെ ഡേറ്റ് മാറിപ്പോകും. അതാണ് മക്കൾ പറയുന്നത്, അമ്മ മാത്രമേ ശരണമുള്ളൂ. പ്രിയമുള്ളവരെ, കഴിവ് തീരുന്നിടത്ത്, സമ്പത്ത് തീരുന്നിടത്ത്, പരിശ്രമങ്ങൾ തീരുന്നിടത്ത്, സഹായിക്കാൻ ആരുമില്ലാത്തിടത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു നിശ്ചയമില്ലാതെ ജീവിതം മുഴുവനും വല്ലാതെ ഡാർക്കാകുമ്പോൾ പൂർണ്ണമായും ആശ്രയിക്കുവാൻ നമുക്കൊരിടമുണ്ട്. അത് ഈ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനമാണ്. മക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കുള്ള ധൈര്യം അമ്മ മാതാവിൻ്റെ കാശുരൂപമാണ്. ഉടമ്പടി എടുത്ത് ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുന്നത് കൊണ്ട് ഏത് ദുരന്തം വന്നാലും അതിന് അമ്മയ്ക്കൊരു ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളതുകൊണ്ട് വീണ്ടും അവിടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഡൽഹി വിട്ടു പോയിട്ടില്ല, ഇവിടെയുണ്ട്, ഞങ്ങൾക്കിത് തരണമെന്ന്. മകൾ പറയുന്നുണ്ട്, 3 മണിക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കണം. ട്രാഫിക് കാരണം, സെക്യൂരിറ്റി കാരണം മൂവ് ചെയ്യാൻ പോലും പ്രയാസമായി. ഒത്തിരി വൈകിയാണ് ഓഫീസിൽ ചെന്നത്. 2:30 ആകുമ്പോൾ ഇത് കയ്യിലോട്ട് തന്നു. ഞാനിതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെത് മാത്രം പോകുന്നില്ല, ബാക്കി 4 പേരുടേതും അപ്ലോഡാകുന്നു. അങ്ങനെ 2:30 മണി അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയമാണ്. മകൾ വീണ്ടും അമ്മയിൽ ആശ്രയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നടുക്കടലിൽ വീഴുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ടോ? നിങ്ങൾ അമ്മ മാതാവിൽ ശരണപ്പെടുന്നുണ്ടോ? അത് പ്രധാന ചോദ്യമാണ്. മറ്റു വഴികൾ തേടാതെ, മറ്റെങ്ങും ആശ്രയിക്കാതെ അമ്മയിൽ ഉടമ്പടി പ്രകാരം പൂർണ്ണമായി ശരണപ്പെടുന്ന അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിന് അടിസ്ഥാനമായി ദൈവം നിങ്ങൾക്ക് മാറ്റിത്തരും. മകൾ പറയുന്നില്ലേ, അന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, ഇന്നലെ ഞാൻ 11:30 മുതൽ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയാണ്. കാരണം അമ്മയോട് ചേർന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും അച്ഛൻ്റെ ആരാധനയിൽ അച്ഛനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുവാൻ പോലും പ്രയാസമുള്ള രീതിയിൽ നിൽക്കുന്ന വിഷയത്തെ ഞാൻ സമർപ്പിച്ചാൽ, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ്, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയവൾ, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ ഈ ഇല്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വിഷയം ഏറ്റെടുത്ത് സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അങ്ങനെ പ്രത്യാശയുടെ അകത്ത് ചെന്നു, അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നു, നടക്കുന്നില്ല. 2:42 വീണ്ടും എനിക്ക് പറയാൻ ഒന്നേയുള്ളൂ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഒരിക്കൽ കൂടി കാശുരൂപം ഉറപ്പിച്ച് പിടിച്ച് അത് ചൊല്ലിയിട്ട് ഞാൻ ഒന്നുകൂടി കാര്യങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുവാൻ പരിശ്രമിച്ചു. ആ നിമിഷങ്ങളിൽ അത് അപ്ലോഡ് ആവുകയും എനിക്ക് പരീക്ഷയ്ക്ക് പോകുവാൻ എല്ലാ കാര്യവും ക്രമീകരിക്കപ്പെടുകയും രാത്രിയെത്തിയ എനിക്ക് ഈ അമ്മയെ കാണാതെ നാളെ കഴിഞ്ഞ് എങ്ങനെ ഞാൻ അമ്മ നൽകിയ അനുഗ്രഹവുമായി ഞാൻ വിദേശത്തേക്ക് കയറിപ്പോകും. പ്രിയമുള്ളവരെ, ഇതാണ് ഉടമ്പടിയോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. 1, അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. 2, അവസാന നിമിഷം വരെയും കാര്യങ്ങൾ എതിരാണെങ്കിലും അമ്മ അനുവദിച്ചാൽ
ഈശോ എനിക്കിത് അനുഗ്രഹമാക്കി നൽകുമെന്ന ബോധ്യത്തോടു കൂടി നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. 3, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ എപ്പോഴും നമ്മൾ തീരുമാനം ഉള്ളിൻ്റെ ഉള്ളിൽ എടുത്തിരിക്കണം. 4, ഉടമ്പടി. അത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ഏതൊരു തകർച്ചയിലും കരപിടിച്ച് കയറ്റുവാൻ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനാ പദ്ധതിയാണ്, ഈ കാലഘട്ടത്തിൻ്റെ പ്രസാദപര പദ്ധതിയാണെന്ന് തിരിച്ചറിവോടുകൂടി അമ്മയിൽ ശരണപ്പെടുന്നൊരു ജീവിതം സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. വിഷയം എന്തുമാവട്ടെ, അമ്മയുടെ സംരക്ഷണവും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൂടെ ഉണ്ടാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഇത്ര ദോഷകരമായ പ്രതികൂല സാഹചര്യത്തിൽ മകൾക്ക് അമ്മ കൊടുത്ത ഈ വലിയ അനുഗ്രഹത്തിന് നല്ല കരഘോഷത്തോടു കൂടി നല്ല ദൈവത്തിന് നന്ദി പറയാം. പേര് റോസ്ലിൻ. ഞാൻ താമരശ്ശേരി രൂപത മരഞ്ചാട്ടി ഇടവക അംഗമാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച മാതാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ജനുവരി 5, 2024 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എല്ലാ നഴ്സുമാരെ പോണക്കും ഒരുപാട് പ്രാവശ്യം OET എക്സാം എഴുതിയായിരുന്നു. എനിക്ക് റീഡിങ് മാത്രം പാസ്സാവുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് സ്വീകരിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം വെഞ്ചരിച്ച് തന്നു. അച്ഛൻ ചോദിച്ചു എന്നാ എക്സാം എന്ന്. അപ്പം ഞാൻ 2 എക്സാം ആ മാസത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എഴുതിയ എക്സാമിനൊക്കെ എപ്പോഴും എനിക്കൊരു C എന്നുള്ള സ്കോർ മാത്രമേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. ആ എഴുതിയ എക്സാമിൽ എനിക്ക് 2 പ്രാവശ്യവും എനിക്ക് B കിട്ടി. ഞാൻ ഓരോ ആൻസർ സെലക്ട് ചെയ്യുമ്പോഴും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് ന്യൂസിലാൻഡിന് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കുടുംബമായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. മക്കളും എല്ലാവരും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഇത്രയും എക്സാം എഴുതി എന്നിട്ടും ഇത് എക്സാം തീർന്നിട്ടില്ല, നീ ഇനിയും എഴുതണം എന്ന് ഇങ്ങനെ കുർബാനയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എന്നോട് മാതാവ് പറയുന്നു ഇനിയും എക്സാം എഴുതണമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഓൾറെഡി വിസ വന്നതല്ലേ, നീ എന്തിനാണ് ഇനി എക്സാം എഴുതുന്നത്? അല്ല, എനിക്ക് ഒന്നും കൂടെ എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പോയി എഴുതി. അതിലെനിക്ക് മാതാവ് എല്ലാത്തിനും B തന്നു. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിൽ പോയി. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മാറി. അവിടെ ജോലി കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റത്തെ നിയോഗം, അമ്മേ മാതാവേ നീ എൻ്റെ കൂടെ വരണേന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലൊക്കെ തന്നെ എനിക്ക് ദുബായിൽ ലൈസൻസ് ഉണ്ട്, ന്യൂസിലാൻഡ് ലൈസൻസ് കിട്ടി, ഓസ്ട്രേലിയൻ ലൈസൻസ് കിട്ടി. ഈ 3 ലൈസൻസ് ഞാനിവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കാൽക്ക വെച്ച് സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഞാനിവിടെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ലൈസൻസും എൻ്റെ ജീവിതവും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവും ഒക്കെ ഞാൻ നിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പോകേണ്ട ദേശം ഏതാ, ഞാൻ പോകേണ്ട സ്ഥലം ഏതാ, അതെല്ലാം എനിക്ക് കാണിച്ചു തരണം. അതിന് തെളിവായിട്ട് എനിക്കൊരു ജോബ് വിസ തന്നാലേ ഞാൻ പോവുള്ളൂ, അല്ലാണ്ട് ഞാൻ പോകത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം. എനിക്കെൻ്റെ കുഞ്ഞു മക്കളാണ്, 4 പിള്ളേരാണ്. അപ്പോൾ അവർ 4 പേരെയും ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് മാതാവേ. എങ്ങോട്ടാണേലും നീ തീരുമാനിക്കുന്നത് നടക്കണം. ഇനി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ്, എനിക്ക് അവിടെ പോകണം, എനിക്കിവിടെ പോകണം, എനിക്കത് വേണം, ഇത് വേണം. ഇനി എൻ്റെ ആഗ്രഹമല്ല, നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചിട്ട് പോയി. അതിനുശേഷം ഞാൻ തിരിച്ചു ചെന്നിട്ട് ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന്, ഉടമ്പടിയിൽ പേപ്പർ തരുമല്ലോ നമുക്ക്, റോസ് കളറിലുള്ള പേപ്പർ, ആ പേപ്പർ എടുത്ത് വെച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് നോക്കി. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഓരോന്നായി തിരുത്തി. അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ വന്നപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയെ, എൻ്റെ അടുത്ത് ജോലിയില്ല, പൈസയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ കുർബാനയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ആകെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് എൻ്റെ നേഴ്സിംഗ് സ്കില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത്രയും നാൾ ഞാൻ നേഴ്സിംഗ് സ്കില്ല് ജോലി ചെയ്തതിനെല്ലാം ശമ്പളം വാങ്ങിയിട്ടുണ്ട്, ഇനി ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ ശമ്പളം വാങ്ങുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ 1 വർഷം ഞാൻ പാലിയേറ്റീവ് കെയർ, എൻ്റെ ഇടവകയിലുള്ള പാലിയേറ്റീവ് കെയറും അടുത്ത ഇടവകയിലുള്ളിടത്തും പോയി പാലിയേറ്റീവ് കെയറിന് പോകുമായിരുന്നു. ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കാനും ഒത്തിരി പേർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരം മാതാവ് എനിക്ക് തന്നു. അതിന് ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എളിമപ്പെടാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു അത്. എനിക്ക് മാത്രമല്ല, അമ്മ ഇങ്ങനെ പാലിയേറ്റീവ് കെയറിന് പോവുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരെ അതൊരു വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള ഒരവസരമായിട്ട് ദൈവം എനിക്കത് ഒരുക്കി തന്നു.
അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ നേർച്ച നേർന്ന് ഞാൻ 6 മാസമായിട്ട് ഓസ്ട്രേലിയക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നും അപ്ലൈ ചെയ്യും. ന്യൂസിലാൻഡിൽ പോയി ജോലി കിട്ടാണ്ട് തിരിച്ചു വന്ന എല്ലാ നേഴ്സുമാർക്കും അറിയാം, ഹസ്ബൻഡും വൈഫും ജോലി ഇല്ലാണ്ട് നിൽക്കുന്നു, 4 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ആ ബുദ്ധിമുട്ടും അതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ കൂടത്തിൽ നമുക്ക് ജോലി എത്ര അപ്ലൈ ചെയ്തിട്ടും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ എല്ലായിടത്തും എല്ലാ ന്യൂസ് പേപ്പർ എടുത്താലും നമുക്കറിയാം ഇപ്പോൾ എവിടെയും ജോലി കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യങ്ങൾ എല്ലാം വരുന്നതും ഓരോ നിയമങ്ങൾ മാറുന്നതും കാണും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഞാൻ എൻ്റെ മാതാവിനെ ഏൽപ്പിച്ചതാണ്, എൻ്റെ മാതാവ് എനിക്ക് തരും, എൻ്റെ മാതാവ് എനിക്ക് തരും എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ ഈ പാലിയേറ്റീവ് കെയറിന് പോകാമെന്ന് തീരുമാനിച്ച് കുർബാന കഴിഞ്ഞിറങ്ങി നോക്കുമ്പം എനിക്കൊരു മെയിൽ വന്നേക്കുന്നു. എനിക്ക് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ. സാധാരണ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പേ സ്കെഡ്യൂൾ ചെയ്യുന്നതാണ്. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, ഒന്നും പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ചെയ്യാനോ സമയം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. എനിക്ക് ആ ഓസ്ട്രേലിയൻ ആക്സെൻ്റ് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. എൻ്റെ മാതാവ് ഇടപെട്ട് അവരെ ഞാൻ 2ാം വട്ടം ചോദിച്ചു, എനിക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. അവരോരോ ക്വസ്റ്റ്യനും എനിക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തു തന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൃപാസനത്തിൽ വരണം, ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയണം തോന്നി ഇൻ്റർവ്യൂ തന്നതിന്. അപ്പോൾ എന്നോട് ജോലി കിട്ടിയില്ലല്ലോ, ഇല്ല ജോലി കിട്ടുന്ന എനിക്ക് മാതാവ് തന്നതാണ്, അതെനിക്ക് മാതാവ് തരും എന്നുള്ള ഉറപ്പ്. ഞാനിവിടെ വന്നു. ഹസ്ബൻഡ് ചോദിച്ചു, നീ എങ്ങനെ പോകുന്നു? ഞാൻ കോഴിക്കോട് നിന്ന് ഞാൻ ബസ്സിന് പോകും, നാളെ വൈകുന്നേരത്തെ ബസ്സിന് തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ബസ്സിന് കയറി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മാതാവിനോട് താങ്ക്സ് പറഞ്ഞിട്ട് തിരിച്ചു ചെന്നു. മാതാവ് എനിക്ക് ആ ജോലി തരികയും അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. എനിക്ക് ജോബ് വിത്ത് PR എൻ്റെ ഫാമിലിയോട് കൂടി പോകാനുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. ഈ മാസം 26-ാം തീയതി ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചപ്പം ഈശോ എനിക്ക് വേണ്ടി 1000 മടങ്ങ് ഇങ്ങോട്ട് നടന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പറ്റുന്നത്രയും ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും, കുഞ്ഞുങ്ങളെയും കൂട്ടി. എനിക്ക് 4 മക്കളാണ്, കുഞ്ഞുങ്ങളാണ്, എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോവണ്ടേന്ന് ചോദിച്ച് അവരെ കൂട്ടി ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ അടുത്തൊരു ചാപ്പലുണ്ട്, അവിടെ ആരാധന ഉണ്ടാവാറുണ്ട്. ആ ചാപ്പലിൽ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും ജീവിതപങ്കാളിയും പോവും. പറ്റുമ്പോഴൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചു എന്ന് ഉറപ്പ് വരുത്തും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന പത്രങ്ങളെല്ലാം, എനിക്കിതല്ലാണ്ട് ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊരു ഏജൻറ്റ് പോലും ഈ ന്യൂസിലാൻഡ് പ്രോസസ്സിനോ ഓസ്ട്രേലിയ പ്രോസസ്സിനോ ഇല്ലായിരുന്നു, എല്ലാം തന്നെയായിരുന്നു. കാരണം നമുക്ക് അത്രയും പൈസ കൊടുത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. മിക്കവാറും ബാക്കിയുള്ള നഴ്സുമാർക്ക് മനസ്സിലാവും എന്നെ, നമ്മൾ ജോലിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പൈസ കൊടുത്ത് നമുക്കൊരാളെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. നമ്മൾ തന്നെ ഇരുന്നായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാത്ത ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിക്കാനായി മാതാവ് വിട്ടിരുന്നു. ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അത് ഓരോ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് പ്രാർത്ഥിക്കുമ്പം ഓരോ പുതിയ മാർഗ്ഗങ്ങൾ ഓരോ ദിവസവും തുറന്നു തരുമായിരുന്നു. അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ നഴ്സുമാർക്കും അവരോട് ഞാൻ പറയാനിരിക്കുന്നത്, നിങ്ങൾ മാതാവിൻ്റെ അടുത്തേക്ക് വരിക. മാതാവിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. മാതാവിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ മാതാവ് നമുക്ക് തരും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2 മക്കബായർ 7:6 അവിടുത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. റോസ്മിൻ തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെ സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം യൂറോപ്യൻ രാജ്യത്ത് പോകുവാൻ വേണ്ടി ന്യൂസിലാൻഡിൽ പോയതും എന്നാൽ ജോലിയൊന്നും ആകാതെ തിരികെ പോരേണ്ടി വന്ന പ്രതിസന്ധിയുടെ നാളുകളെക്കുറിച്ച് സംസാരിച്ചു. എന്നാലും ഉടമ്പടിയിൽ അല്പം പോലും മകൾ പുറകോട്ട് പോയില്ല. മകളും ജീവിത പങ്കാളിയും 4 കുഞ്ഞുങ്ങളും അവർ അമ്മ മാതാവിൽ ആശ്രയിച്ച് ആ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഓരോ ദിവസവും മുന്നോട്ട് പോയി എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നാം നിയോഗമായി ചേർക്കുമ്പോൾ അതിന് ജോസഫച്ചൻ എപ്പോഴും നമ്മോട് ചോദിക്കും, വിശേഷബുദ്ധിയായി നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിശേഷബുദ്ധിയായി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ, കൂടുതൽ നമ്മളെ തന്നെ ദൈവത്തിന് പ്രീതികരമാം വിധം സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? മകൾ അതാണ് സൂചിപ്പിച്ചത്. പാലിയേറ്റീവ് കെയറിൽ
ആ മകള് ശമ്പളമൊന്നും വേതനമൊന്നും പറ്റാതെ ഏറ്റവും ത്യാഗത്തോടു കൂടി ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ തീരുമാനിക്കുകയും തൻ്റെ നേഴ്സ് സ്കില്ല് ആ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി 1 വർഷത്തോളം കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്തുവെന്നാണ്. ഇത് നമ്മളൊരു നിലപാടെടുത്താൽ ദൈവം നമുക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നത് കാണാനാവും. മകൾ പറയുന്നുണ്ട്, ആ പാലിയേറ്റീവ് കെയർ മിനിസ്ട്രിയിലേക്ക് തൻ്റെ ഇടവകയിലും അടുത്ത ഇടവകയിലുമുള്ളത് ചെയ്യുവാൻ താൻ തീരുമാനമെടുത്തതിൻ്റെ അടുത്ത ദിനം അതെനിക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ ശരിയായി വന്നു. പിന്നീട് ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ തന്നെ കൃത്യമായും അമ്മ മാതാവ് കരം പിടിച്ച് നടത്തിക്കൊണ്ടിരുന്നു. ഓരോരോ സമയത്ത് ദൂതന്മാരുടെ സംരക്ഷണം നൽകി. ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും സന്ദേശങ്ങൾ ലഭിക്കുക, ദൂതന്മാരെ ലഭിക്കുക, വഴികൾ തെളിച്ചു തരുന്നതിന്, തടസ്സങ്ങൾ മാറ്റുന്നതിന്, അറിവില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശം ആ കൃത്യസമയത്ത് നമുക്ക് അവൈലബിൾ ആക്കുക. അതെപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയാണ്. മകൾ അതാണ് സാക്ഷ്യപ്പെടുത്തിയത്. എനിക്കൊരു ഏജൻറ്റ് ഒരിക്കലുമില്ലായിരുന്നു. പക്ഷെ ഓരോ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അടുത്തത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി എന്നെ മനസ്സിലാക്കി തരും വിധം എനിക്ക് അമ്മ മാതാവ് ആരെയെങ്കിലുമൊക്കെ എനിക്കതിന് സഹായത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ യാതൊരു തരത്തിലും പ്രതിസന്ധികളില്ലാതെ, സമയനഷ്ടമില്ലാതെ, പണനഷ്ടമില്ലാതെ അമ്മ മാതാവ് ഈ പ്രോസസ്സ് മുഴുവനും പൂർത്തീകരിച്ചെടുക്കുവാൻ എനിക്ക് വഴിയൊരുക്കി തന്നു. ഞാൻ ജോലിക്ക് വേണ്ടി കോളേജിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അത് എനിക്കുള്ളൊരു വിസയായിട്ട് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിലും ഒരിക്കൽ പോലും എനിക്കത് ഫാമിലി വിസ എന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ മകളെടുക്കുന്ന എഫേർട്ട് എന്താണ്? മകൾക്ക് അവിടെ വിസ വരും എന്നുറപ്പാകുമ്പോൾ, ഇൻ്റർവ്യൂ സെലക്റ്റഡായി എന്നുറപ്പാകുമ്പോൾ കോഴിക്കോടാണ് വീടെങ്കിലും ഓടിയെത്തി മാതാവിൻ്റെ അരികിൽ നന്ദി പറയാൻ തയ്യാറാവുകയാണ്. ആ നന്ദി പറച്ചിൽ വളരെ പ്രത്യേകതയുണ്ട്. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ദൈവം നൽകുന്ന അനുഗ്രഹത്തെ അക്നോളജ് ചെയ്യുക എന്നത് നമ്മൾ ഭയങ്കര മടിയുള്ളവരാണ്. ദൈവം നമുക്കൊരു നന്മ നൽകിയാൽ, ഒരു അനുഗ്രഹം നൽകിയാൽ അതുവരെ നമ്മൾ എത്ര കണ്ട് നിലവിളിച്ച് വേണമെങ്കിലും പ്രാർത്ഥിക്കും, എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷെ ദൈവത്തോട് നന്ദി പറയുവാൻ നമ്മൾ പലപ്പോഴും മടിയുള്ളവരാണ്. അത് കർത്താവ് ചോദിച്ചതുപോലെ തന്നെയാണ്, 10 പേരല്ലേ സുഖം പ്രാപിച്ചത്, ബാക്കി 9 പേർ എവിടെ? ഈ ചോദ്യം മിക്കവാറും നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് 10 അനുഗ്രഹം കിട്ടിയിട്ട് 9 അനുഗ്രഹത്തിനെങ്കിലും നീ നന്ദി പറഞ്ഞോ? 1 അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞോ? നമ്മളിങ്ങനെ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. ദൈവം കൈപിടിച്ച് നടത്തിയ അവസരങ്ങൾ എത്രയുണ്ട്. എല്ലാം തകർന്നു, എല്ലാം തീർന്നുവെന്ന് കരുതിയ ഇടങ്ങളിൽ നിന്ന് എത്ര നിസ്സാരമായി ദൈവം നമുക്ക് പുതുജീവൻ നൽകി മുന്നോട്ട് നയിച്ചു. എന്നിട്ട് ദൈവത്തിന് ആ തീഷ്ണതയോടും തീവ്രതയോടും കൂടി നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടിയുടെ മർമ്മം അറിഞ്ഞ് അവൾ ജീവിച്ചു എന്നുള്ളതാണ്. അവൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതൊന്നും പറയുന്നില്ല. പക്ഷേ അവളുടെ ഉടമ്പടി ജീവിതം എന്താണോ, അതിനെന്താണോ വേണ്ടത്, വേണ്ട കാര്യം കൃത്യമായി അവൾ ജീവിച്ചിരുന്നു. ഉടമ്പടി അത്രയേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നൊക്കെ ഇങ്ങനെ ആദ്യം ഒരു ഇത്തിരി സങ്കടം തോന്നിയപ്പോൾ ഞാൻ പരിശോധിച്ചത് എൻ്റെ ആ റോസ് കളറിലെ പേപ്പറാണ്. എൻ്റെ ക്രിസ്ത്യൻ ലൈഫ്, ആ ഇവാലുവേഷൻ എങ്ങനെയുണ്ട്, അവിടെ എവിടെയാണ് എനിക്ക് കുറവുള്ളത്, എൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ എനിക്ക് അലസത കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ എനിക്ക് വീഴ്ച വരുന്നുണ്ടോ, അത് തിരുത്തുവാനാണ് ആദ്യം ശ്രദ്ധിച്ചത്. പ്രിയമുള്ളവരെ, ഉടമ്പടിക്ക് പുറത്തേക്ക് ഒരു കാര്യവും ചെയ്തു പോകേണ്ടതില്ല. പക്ഷെ ഉടമ്പടിയുടെ അകത്തുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് ബോധ്യത്തോടും വിശ്വാസത്തോടും ദൈവസ്നേഹത്തോടും കൂടി ജീവിക്കുവാനും ചെയ്യുവാനുമുള്ള സന്മനസ്സുണ്ടാവണം. അത് നമുക്ക് അനുഗ്രഹമായി തീരും. മകൾ അതാണ് ആ സെലക്റ്റഡ് എന്ന് പറഞ്ഞ അതേ നിമിഷം തന്നെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഞാനിന്ന് കൃപാസനം വരെ പോയി നന്ദി പറഞ്ഞിട്ട് വരാം. വേറെ ഇൻറ്റൻഷൻ ഒന്നുമില്ല. നേരെ അന്ന് തന്നെ വാഹനം കയറി ഇവിടെ എത്തുന്നു, അമ്മയോട് നന്ദി പറയുന്നു, തിരികെ ചെല്ലുന്നു. തിരികെ ചെന്ന് കഴിഞ്ഞാൽ കയ്യിലേക്ക് വിസ കിട്ടുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ചുവട് അമ്മയുടെ അരികിൽ വരെ എത്തിയതേ ഉള്ളൂ. എനിക്ക് അമ്മ നൽകിയതോ എൻ്റെ കുടുംബം മുഴുവനും ഫാമിലി വിസ, PR ഒരുമിച്ച് ഓസ്ട്രേലിയയിൽ പോകുവാനുള്ള എല്ലാ വഴികളും. ഇത് ദൈവം നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. നാം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാണോ? ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് അവിടുന്ന് ഉറപ്പിച്ചെടുത്തോ, പിന്നെ നമുക്ക് അവിടുന്ന് തരുന്നതൊക്കെയും അബണ്ടൻസ് ആയിരിക്കും, സമൃദ്ധിയായിരിക്കും, ഒന്നിനും കുറവുണ്ടാവില്ല. ഈ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ കൃപയുള്ള കർത്താവിൻ്റെ അരികിലാണ് നാം എപ്പോഴും ഈ ഉടമ്പടി ജീവിക്കുന്നതെന്ന ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിനനുസരിച്ചുള്ള കമ്മിറ്റ്മെൻറ്റ്, അതിനനുസരിച്ചുള്ള സറണ്ടറിങ്, അതിനനുസരിച്ചുള്ള ഡെഡിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ പറ്റണം. അതിന് തയ്യാറാണെങ്കിൽ അനുഗ്രഹത്തിന് താമസമുണ്ടാവില്ല.
അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.